നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 73-ാമത്തെ ശ്ലോകം. ഭൂതാരതാമുദവഹദ്യതപേക്ഷയാ ശ്രീ ഭൂതാര ഏവ കിമത സുമതേ ലഭസ്വ കേദാരമാകലിത മുക്തി മഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. ഈ ശ്ലോകത്തെ ഒന്ന് പിരിച്ചു പറയുന്നുണ്ട്. ഭൂതാരതാം ഉദവഹൻ യദപേക്ഷയാ ശ്രീ ഭൂതാര ഏവ കിമതഃ സുമതേ ലഭസ്വ കേദാരമാകലിത മുക്തി മഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. സുമതേ, നല്ല മനസ്സേ. ഭക്തൻ സ്വയം പറയാണ്, എൻ്റെ നല്ല മനസ്സേ. ശ്രീ ഭൂതാര ഏവ, മഹാവിഷ്ണു പോലും യദപേക്ഷയ, ആരുടെ അപേക്ഷയാൽ, അതായത് യാതൊരു പരമേശ്വര പാദം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഭൂതാരതാം ഉദവഹൻ, പന്നിയുടെ സ്വരൂപത്തെ ധരിച്ചു. ഏത് തൃപ്പാദങ്ങളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീ ഭഗവാൻ വിഷ്ണു പോലും ഒരു പന്നിയുടെ രൂപത്തെ പോലും ധരിക്കാൻ തയ്യാറായത്. അദഹാക്കിം, ഇതിൽ പരം എന്താണ് ഉണ്ടാവേണ്ടത്? ആകലിത മുക്തി മഹൗഷധീന, നീ ആഗ്രഹിക്കുന്ന മോക്ഷമാകുന്ന മഹത്തായ ഔഷധങ്ങളുടെ കേദാരം, വിളനിലമായ പരമേശ്വരസ്യ പാദാരവിന്ദം ലഭസ്വ, ഭഗവത് പാദാരവിന്ദ ഭജനത്തെ കിട്ടുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും മനസ്സിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഒന്ന് കരകയറുവാൻ സാധിച്ചാൽ മതി എന്ന് തോന്നും. ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ സാധിച്ചാൽ നന്നായി എന്ന് ഒരു മനുഷ്യായുസ്സിൽ എപ്പോഴെങ്കിലും തോന്നാതിരിക്കില്ല ആർക്കായാലും. അതുപോലെ രോഗം മാറുവാൻ ഔഷധ സേവ അനിവാര്യമാണ്. ഭവരോഗത്തിന് ഒന്നേ മറുമരുന്നായിട്ടുള്ളൂ, അത് ഭഗവത് പാദഭക്തിയാണ്. അപ്പോൾ പിന്നെയുള്ള കാര്യം മരുന്ന് വളരുന്ന കൃഷിഭൂമിയായ ശിവപാദത്തെ സാക്ഷാത്തായി കാണാൻ ശ്രമിക്കലാണ്. ഇതേ കാര്യം തന്നെ പണ്ട് എല്ലാ ഔഷധങ്ങളുടെയും വിളനിലമായ ഭൂമിദേവിയുടെയും സർവസമ്പത്ത് സ്വരൂപിണിയായ ലക്ഷ്മി ദേവിയുടെയും ഭർത്താവായ വിഷ്ണുവിനും തോന്നി. അതിന് ഏത് രൂപം ധരിക്കാനും ഭഗവാൻ തയ്യാറാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീഹരി വിഷ്ണു പന്നിയുടെ സ്വരൂപത്തെ പോലും സ്വീകരിച്ച് പഠിച്ച പണി 18 നോക്കിയിട്ടും ശിവപാദം കാണാൻ സാധിക്കാതെ മടങ്ങി വരികയാണ് ചെയ്തത്. അത്ര എളുപ്പമല്ല ശിവദർശനം എന്നാണ് അർത്ഥം. പക്ഷേ ഭക്തിപൂർവം ഭജിച്ചാൽ ഭഗവാന്റെ കാരുണ്യത്താൽ പാദദർശനവും അതുവഴി പരമാനന്ദ പ്രാപ്തിയും കൈവരും. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, എൻ്റെ നല്ല മനസ്സേ, വിഷമം കരുതി, ബുദ്ധിമുട്ടാണെന്ന് കരുതി പിന്തിരിയാതെ ബദ്ധശ്രദ്ധനായി ഭക്തി വളർത്താൻ ശ്രമിക്കൂ. അതുവഴി മുക്തിയെ കൈവരിക്കൂ. ഭഗവാന്റെ പരമാർത്ഥ ചിന്തനമാണ് നല്ല മനസ്സിൻ്റെ ഫലം എന്ന് പറയുന്നത്.